ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും വിച്ചൂസ് കിഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഡ്രോയിങ് ക്ലാസ്സിന് അഡ്മിഷൻ എടുത്തു. ഇന്ന് 8:30 എന്നിട്ട് പോയി. പക്ഷെ അവിടെ 9 മണിക്കാണ് ഈ ക്ലാസ്. ഞാൻ അവിടെ ചുമ്മാതെ അത്രയും നേരം ഇരുന്നു. സാറൊക്കെ വന്നിരുന്നു, പക്ഷെ കുട്ടികളാരും വന്നില്ല. അപ്പോൾ ഡ്രോയിങ് ക്ലാസ്സിൽ പോയത് സമയം 9 മണി തൊട്ട് 11:30 വരെയാണ് അവിടുത്തെ സമയം ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ അപ്പുറത്ത് സ്കൂൾ ഓഫ് മാത്സ് ട്യൂഷന് പോയിട്ട് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇവിടെ നമ്മൾ നടന്നാണ് വന്നത്. നമ്മളെ കൂടെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ നടന്നു വന്ന ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ പേര് കീർത്തന എന്നാണ്. ഞാൻ കീർത്തന ചേച്ചിന്ന് വിളിക്കും. ആ ചേച്ചി ഞാൻ എപ്പോഴും അടിയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വീട്ടിൽ ഇരിച്ചോറൊക്കെ കഴിച്ച് അപ്പേരെ വീട്ടിൽ വന്ന് നമ്മളിവിടെ ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ മതിലൊക്കെ പൊട്ടിക്കുക ഞാനും അണ്ണാരനും എൻ്റെ ചേച്ചിയും ഗോഗയും എല്ലാവരും കൂടെ. ഈ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കിളിമാനൂർ. എൻ്റെ വീട് കിളിമാനൂരാണ്. അവിടെ HS എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. തൊട്ട് അടുത്താണ്. എൻ്റെ ഈ ഓപ്പോസിറ്റാണ്. അവിടെ കുറച്ച് ഇടവഴിയുണ്ട്. അതിൽ മോളിൽ കയറിപ്പോയ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചത് നിങ്ങൾക്കറിയാമോ? രാവിലെ ഡ്രോയിങ് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പേ ഞാൻ ദോശയും തക്കാളിക്കറിയാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് വന്നിട്ട് പുട്ടും പഴവുമാണ് കഴിച്ചത്. വൈകിട്ടും അത് തന്നെ കഴിച്ചത്. ചേട്ടിട്ട് ഞാൻ ഇവിടെ ഇന്ന് മതിൽ പൊട്ടിച്ച് ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ വൈകിട്ട് ഇവിടെ ഇടണൊക്കെ കേൾക്കുന്നു. പാകിസ്ഥാൻ മിസൈലൊക്കെ ഇടുമെന്ന് പറഞ്ഞില്ലേ, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈവിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 4:30 കഴിഞ്ഞപ്പം വീണ്ടും ഇത് ഫിറ്റ് പൊട്ടിക്കാൻ ഇറങ്ങി. എന്നിട്ട് മതിൽ പൊട്ടിക്കാൻ ഇറങ്ങി. പിന്നെ സൈറൻ കേൾക്കാനൊക്കെ പാകിസ്ഥാൻ മിസൈലൊക്കെ ഇടുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും വരുന്നത്. ഇത് ഇന്നെടുത്ത വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസമായിരിക്കും നിങ്ങൾ കാണുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ അവസാനം മതിൽ പൊട്ടിച്ചതൊക്കെ കാണിച്ചു തരാം. മതിൽ പൊട്ടിച്ച് വെച്ചതിൻ്റെ കാല് മുറിഞ്ഞു. പാമ്പ് പേടിച്ചോലെയായി. 2 കുത്ത് ചുടുകട്ടേ കയറി കൊണ്ടതാണ്. ഇന്നലെ മുറിഞ്ഞിരിക്കുകയാണ്. എനിക്കിന്ന് ഗായ്സ് ചുണ്ട് മുറിഞ്ഞ പോലെ കാലും മുറിഞ്ഞു. എൻ്റെ ചേച്ചി അണ്ണാനെ തള്ളിയിട്ട് കാലും കൈയൊക്കെ മുറിഞ്ഞ് കാലൊരഞ്ഞ് ഇന്ന് തള്ളിയിട്ട് മതിൽ പൊട്ടിക്കാൻ നേരത്ത് അണ്ണാനെ വീഴാൻ പോയപ്പം പിടിച്ചത് അണ്ണാനെ അവിടെ പിടിച്ചിന്ന് എൻ്റെ ചേച്ചി അങ്ങ് ചുടുകത്തി ഇങ്ങനെ മുറ്റും കുട്ടി വീണു. കൈ ഇവിടെ മുറിഞ്ഞ് മുട്ട് 2 പോറി. അപ്പം മിഞ്ചേച്ചി അമ്മൂമ്മയുടെ റൂമിൽ അമ്മൂമ്മയുടെ കണ്ട് ഫോൺ കാണുവാണ്. കുറേ നേരം മിഞ്ചേച്ചി കാലുണ്ട്. എൻ്റെ കാല് മുറിഞ്ഞ നിങ്ങൾക്ക് കാണണ്ടേ ഗായ്സ്? എൻ്റെ കാല് മുറിഞ്ഞ് ഇങ്ങനെയാണ് ഗായ്സ്. ഇന്ന് പിന്നെ ഇടിയും മഴയും കാറ്റൊക്കെ ഉണ്ട്. ഇടി എത്ര സൗണ്ടാണ് ഇപ്പോൾ കേൾക്കണം. അപ്പോൾ വായോ ഗൈസ്, നമ്മൾ മതിൽ പൊട്ടിച്ചേക്കാണ്. നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടി ചെടിച്ചെടി മാറ്റി വെച്ചേക്കാണ്. അവിടെ ഓൾറെഡി ചെറിയ പച്ചക്കോണം അതൊക്കെ വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം കയറി കളയുന്നത്. ഇതൊക്കെ ഇതേ സൈസിൽ ഇരുന്ന സാധനമാണ് പൊട്ടിച്ച് ഇത്രയാക്കി. ഇത് അതേപോലെ തന്നെ കണ്ടോ, നിറയെ ചുടുകട്ടേന് കിട്ടിയ ആ സൈഡിലും ഉണ്ടായിരുന്നു ഇതേപോലത്തെ. അത് ഞാൻ പൊട്ടിച്ച് ഇനി ഇതൊക്കെ പൊട്ടി നമ്മൾ ടൂൾസ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നിൽക്കണം, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. നമ്മൾ ഇത്രയും പൊട്ടിച്ചത് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇതാണ് ആദ്യം പൊട്ടിച്ച മതിൽ. പിന്നെ അത് തുടങ്ങി, പിന്നെ ഏറ്റവും അവസാനം ഇത് തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗോഗ പറഞ്ഞ് ഗോഗയ്ക്കാണ് ഈ ഗാർഡൻ ഉണ്ടാക്കണം. ഗോഗ പറഞ്ഞ് ഇതും പൊട്ടിക്കും. എന്നെ പകുതി വെച്ച് പൊട്ടിച്ചെത്തിയേക്കുവാണ്. നാളെ വേണം ബാക്കി പൊട്ടിക്കാൻ. അല്ല, പിന്നെ ആക്ച്വലി ഒരു ബാത്റൂമായിരുന്നു. പഴയ വെളിയിലുള്ള ഒരു ബാത്റൂമായിരുന്നു. ഇവിടെ ഇത് വീട്ടിലൊക്കെ ഒരു വൃത്തിയില്ലാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഏരിയ തോന്നിയത് ഇത് പൊട്ടിച്ചൊരു ഗാർഡൻ ഉണ്ടാക്കാമെന്ന്. ഇതെങ്ങനെയാണ് പൊട്ടിക്കണേന്ന്
നിങ്ങൾക്കറിയണ്ടേ ഗൈസ്? എൻ്റെ കിച്ചൺ ഇതാണ് ഗൈസ്. ഇവിടേക്ക് പൊട്ടിയിട്ടേക്കുവാണ്. ഇത് പകുതിയും പൊട്ടിച്ച് തീരാറായി. പണി തുടങ്ങുമ്പോൾ ഇത്ര ഉയരത്തിലാണ് ഈ 3 കുട്ടിയും. പിന്നെ നമ്മളിത് പൊട്ടിച്ചൊട്ടിച്ച് വന്നതാണ്. ഇത്രയും എൻ്റെ ചുടുകത്തേക്കാണ് ഇത്രയും. ഇത് പഴയ കാലത്തെ സിമെൻ്റൊക്കെ നല്ല ശക്തിയാണ്, എന്നാൽ ഇത്ര താമസം. ഇപ്പോഴത്തെ സിമെൻ്റൊക്കെ ആണെങ്കിൽ ഒരു അടിയിൽ പൊട്ടും. ഇനി നമുക്ക് ഈ ചുറ്റിക്കെട്ടകത്തുണ്ടിരിക്കാം. പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഈസിയായിരുന്നു. ഇനി ഒരു പണി വരുന്നുണ്ട്. തറയിൽ കിടക്കണ എല്ലാം, പിന്നെ അപ്പുറത്ത് കിടക്കണ എല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ തറയിലും പീസുകളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അതാണ് ഭയങ്കര പണി. എനിക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അതാണ് ഈ പാട്. ഞാൻ ഒരു ചുടുകട്ടയിട്ട് എടുക്കും. ഇതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കണേന്ന് വെച്ചാൽ, ഇത് ഞാൻ ഒരു ചുടുകട്ടയിട്ട് 2 ചുടുകട്ടയൊക്കെ എടുക്കും. ബാക്കിയുള്ളവർ ആ കുട്ടയിലെടുത്ത് കൊണ്ടുപോയി 2 പേര് വെച്ച്. അപ്പോൾ നമ്മളിത് അടുക്കി വയ്ക്കും. എവിടെയെങ്കിലും അടുക്കി വയ്ക്കും. ഇവിടെ അടുക്കി വയ്ക്കും. എന്നിട്ട് കുട്ടോണ്ടിരുന്നപ്പോൾ അങ്ങോട്ട് അടിച്ചിടും. അത് ഈസിയാണ്. അടുക്കി വയ്ക്കാനും വൃത്തി വെക്കാനൊക്കെയാണ് പാട്. വലിയ കട്ടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ കുറേ കട്ടകളൊക്കെ വീഴും. ഇവിടെ വീടെടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി എടുക്കേണ്ട ഇതാണ്. പിന്നെ ഇതെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇനി അവിടെ കിടക്കാത്തന്നെ നമ്മൾ വിചാരിച്ചു. അവിടെ ആണെങ്കിൽ വലിയ പീസൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഈ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കണം. കുറച്ച് സിമെൻ്റൊക്കെ ഇട്ട് നല്ലോണം പെയിൻ്റൊക്കെ അടിക്കണം. പിന്നെ തറയിൽ ചിലപ്പോൾ ഈ മാറ്റൊക്കെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് മാറ്റൊക്കെ ഇടും. പെയിൻ്റ് അടിച്ചാൽ വൃത്തിയാക്കിയിട്ട് പിന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കി. ഇവിടെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഗോഗോ. പിന്നെ ഇവിടെ ചെടിയൊക്കെ നട്ട് ഇവിടെ വെച്ച് അടിപൊളി ഗാർഡൻ ആക്കാനും നമ്മളെ പ്ലാൻ. അങ്ങനെ കുറച്ച് പ്ലാൻസൊക്കെ നമുക്കുണ്ട്. അപ്പം ഇനി ഇതെല്ലാം അടിപൊളിയാക്കിയിട്ട് ഒരു വീഡിയോ ഇടും. സൂപ്പറാണോ ഇല്ലേന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ ഗായ്സ്. ഇനി എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് കുളിക്കണം. പിന്നെ വിളക്ക് വയ്ക്കണം, വിളക്ക് ഒരുക്കി വെക്കണം. വിളക്ക് കത്തിക്കണം ഞാനല്ല, എൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയാണ്. ഞാൻ നിൽക്കുന്ന എൻ്റെ അപ്പയുടെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ പോകാനുള്ള ദൂരമൊന്നും ഇല്ല. എൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് ദൂരമൊന്നുമില്ല. ആ കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ വല്യമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ. അതാണ് എൻ്റെ വല്യമ്മയുടെ വീട്. ഇത് നമ്മളെ ജീപ്പാണ്. പിന്നെ അത് എൻ്റെ കാറാണ്, വാഗണർ കാറാണ്. എൻ്റെ അപ്പയുടെ വീട് ഇതാണ്. എനിക്ക് മാമൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് ഇത്. എൻ്റെ വീട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റൂല. അതിന് അടുത്ത വീടിൽ വല്ലതും കാണിക്കാം. ഇത് പിങ്ക് കളറാണ് ആ വീടിൻ്റെ പെയിൻറ്. ഇനി ഇതിനെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഒരു ഡേ മുഴുവൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കണം. പിന്നെ ഡ്രോയിങ് എന്ന് പറഞ്ഞില്ല ആദ്യം. അവരുടെ ഡ്രോയിങ് സാർ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അത് ചെയ്യണം. പിന്നെ അത്താഴമൊക്കെ കഴിച്ചിട്ട് കിടന്നു തുടങ്ങും. അപ്പം ഇനി
നാളെ കാണാം. ബൈ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടണില്ലേ അവിടെയും കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. സീ യു. നാളെ കാണാം.